എങ്ങനെ വിശ്വസിക്കും? ഇതാ മതനിരപേക്ഷ കേരളത്തിൽ നിന്നുകൊണ്ട് അല്പസമയങ്ങൾക്ക് മുമ്പ് സുധാകരൻ പ്രഖ്യാപിച്ചു, ഒരിക്കൽ വേണ്ടി വന്നാൽ ഞാൻ BJP-യിലേക്ക് പോകും, ആരുണ്ട് ചോദിക്കാൻ, ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പ്രഖ്യാപിച്ച അതേ സുധാകരൻ ഇതാ അല്പസമയങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നു, BJP-യോട് എനിക്ക് പ്രത്യേക സ്നേഹമോ ദേഷ്യമോ ഇല്ല. എങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു, AICC നേതൃത്വത്തിന്റെ നിലപാടിതാണോ? AICC നേതൃത്വം വ്യക്തമാക്കണം. സുധാകരൻ കേരളത്തിലെ BJP-യുടെ ഏജന്റാണ്. സുധാകരന്റെ ഹൈക്കമാൻഡ് സോണിയാഗാന്ധിയല്ല, സുധാകരന്റെ ഹൈക്കമാൻഡ് AICC ആസ്ഥാനമല്ല, നാഗപ്പൂരാണ്. നാഗപ്പൂർ മാത്രമാണ്. കേരളത്തിലെ കോൺഗ്രസ് BJP-യുടെ ബി ടീമായി. അവിടെയാണ് ഡെമോക്രാറ്റിക് ഗുഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചോദിക്കുന്നത്, എവിടെയാണ് എൻ്റെ ജനാധിപത്യം ഈ രാജ്യത്തിൻ്റെ? 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യത്തിന്റെ മിഴി തുറന്നെഴുന്നേറ്റു ഇന്ത്യ. ആകാശത്തിന്റെ ഇരുട്ടിലേക്ക് വെളിച്ചമായി ഇന്ത്യയുടെ മൂവർണ്ണക്കൊടി പാറി ഉയർന്നു. ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് താഴേക്ക് പതിച്ചു. എങ്ങനെയാണ് ഇന്ത്യ സ്വതന്ത്രയായത്? എങ്ങനെയാണ് ഇന്ത്യ സ്വതന്ത്രയായത്? ഇന്ന് തന്റെ സ്വാതന്ത്ര്യദിന പ്രഭാഷണം നടത്തവേ ഇന്ന് പകൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഭാഷണത്തിനിടയിൽ അനശ്വരരായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു വെച്ചൊരു പേരുണ്ട്, സവർക്കർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ ഹിന്ദുത്വ, രാഷ്ട്രീയ ഹിന്ദുത്വയുടെ നിർവചനം എഴുതി വെച്ച സാക്ഷാൽ സവർക്കർ. RSSുകാർ പറയും വീർ സവർക്കർ. ഭഗത് സിംഗിനും രാജ്ഗുരുവിനും സുഖദേവനും പ്രീതലതാ വടേദാറിനും ചന്ദ്രശേഖർ ആസാദിനുമൊപ്പം ജവഹർലാൽ നെഹ്റുവിനൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊഷ്മളമായ ചരിത്രത്തിൽ 1000 സൂര്യചന്ദ്രന്മാർ ഒരുമിച്ചുദിച്ചുയരുന്ന പ്രഭാപൂരത്തോടെ കത്തിജ്വലിച്ചു നിൽക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ രക്തസാക്ഷി നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ആ പേരുകൾക്കൊപ്പം സവർക്കറുടെ പേര് പറയുകയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലേക്ക് വെറുതെ ഒന്ന് വിരലോടിക്കുക. ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ സൗകര്യപ്രദമായ സമയത്ത് വെറുതെ സവർക്കേഴ്സ് ലെറ്റർ എന്ന് പറഞ്ഞ്, സവർക്കറുടെ കത്തെന്ന് പറഞ്ഞ് വെറുതെ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ സവർക്കർ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെഴുതിയ മാപ്പപേക്ഷ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ തെളിഞ്ഞു വരും. വായിക്കണമത്. ഒരു ആത്മാഭിമാനമുള്ള പാരതന്ത്ര്യം മാനുകൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് കവിത എഴുതിയ ഈ കവിത പിറന്ന കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനും വായിച്ചു തീർക്കാനാകില്ല ആ കത്ത്. ലജ്ജാകരമായ വിധേയത്വത്തോടെ ആ കത്തിന്റെ ഏറ്റവും ഒടുവിൽ പറയുകയാണ്, വിവിധ തവണ സവർക്കർ മാപ്പപേക്ഷ എഴുതി കൊടുത്തു. മാപ്പിരക്കുകയാണ് ജയിലിൽ നിന്ന് മോചിതപ്പെടാൻ. ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിലിൽ നിന്ന്, ആ കുപ്രസിദ്ധമായ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാൻ എന്നെ ഒന്ന് വിട്ടയച്ചാലും തുടർന്നുള്ള കാലഘട്ടം അത്രയും ബ്രിട്ടീഷുകാർ പറയുന്നത് പോലെ ഞാൻ ജീവിക്കും. സവർക്കർ എഴുതി. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് കിട്ടും. ഒരാൾക്കും മാച്ചു കളയാനാകാത്ത യാഥാർത്ഥ്യമാണത്. ഇന്ത്യയുടെ ചരിത്രമാണത്. മാപ്പിരന്നവൻ, ബ്രിട്ടന്റെ ഷൂ നക്കിയവർ. ഇപ്പോഴത്തെ രാജ്യസഭാ സമ്മേളനവും ലോകസഭാ സമ്മേളനവും മൺസൂൺ സമ്മേളനം തുറക്കുമ്പോൾ വാക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. വാക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിൽ ഒരു വാക്ക് ഷൂ നക്കി എന്ന് പറയാൻ പാടില്ല. ഷൂ നക്കി എന്ന വാക്ക് പാർലമെന്റിനകത്ത് ഉന്നയിക്കാൻ പാടില്ല. അത് അൺപാർലമെന്ററിയാണ്. പക്ഷെ ഷൂ നക്കി എന്നത് ചരിത്രമാണ്. മാപ്പിരന്നു എന്നത് ചരിത്രമാണ്. ആ മാപ്പിരന്നവരുടെ മാപ്പിന്റെ ബലത്തിലല്ല ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് മിഴി തുറന്നെഴുന്നേറ്റത്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് മിഴി തുറന്നെഴുന്നേറ്റത് പോർക്കളത്തിൽ പൊരുതി മരിച്ച മനുഷ്യരുടെ ത്യാഗനിർഭരമായ രക്തസാക്ഷിത്വത്തിലായിരുന്നു. പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമെല്ലാം ഉണ്ടായിരുന്ന യൗവനത്തിന്റെ വസന്തകാലത്ത്, പ്രൗഢോജ്വലമായ യൗവനത്തിന്റെ കാലത്ത്, മുന്നിലിങ്ങനെ ചുവന്ന പരവതാനി പോലെ വീണ്ടും വീണ്ടും ജീവിതം ബാക്കിയുണ്ടായിരുന്നപ്പോൾ, വ്യക്തിപരമായ ഇഷ്ടങ്ങളുടെയും ഒരു മനുഷ്യൻ എന്ന നിലയിലെ ആസ്വാദനത്തിന്റെ സർവ്വേന്ദ്രിയങ്ങളുടെയും വിവിധ വഴികളിലൂടെ സ്വയം ഒരു പൂമ്പാറ്റയെപ്പോലെ പറന്നു നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്ന കാലത്ത്, അതല്ല എൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ്
രാജ്യം പാരതന്ത്ര്യത്തിന്റെ കൂരിരുട്ടിൽ കിടക്കുമ്പോൾ ആ ഇരുട്ട് ഭേദിക്കാനുള്ള വെളിച്ചമാകുന്ന ഞാനെന്നുറക്കെ പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യത്തിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറി കൊലക്കയറിൽ ധീര രക്തസാക്ഷിത്വം ഭരിച്ച, ജയിലറകളിൽ പിടഞ്ഞത്തമിച്ച അനേകം മനുഷ്യർ, എനിക്കും നിനക്കും പേരറിയാത്ത മനുഷ്യർ, എനിക്കും നിനക്കും ഈ സ്വാതന്ത്ര്യത്തിന്, ഈ സ്വപ്നത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചവർ, ആത്മത്യാഗം ചെയ്തവർ, എനിക്കോ നിങ്ങൾക്കോ പേര് മുഴുവൻ അറിയുമോ? കുറെ പേരുകൾ നമുക്കറിയാം. എല്ലാവരെയും നമുക്കറിയുമോ? ആരൊക്കെയായിരുന്നു അവർ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വ്യത്യസ്ത ധാരകളെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാനാകും. അഹിംസാ സിദ്ധാന്തം മുതൽ സായുധമായ പോർക്കളങ്ങളിൽ രക്തരൂക്ഷിതമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ധീരോദാത്തമായ മുഖാമുഖമുള്ള പോർക്കളങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സഹനശക്തിയുടെ നിരാഹാരം കാണാൻ കഴിയും. വ്യത്യസ്തമായ ധാരകളായിരുന്നു, ഒരൊറ്റ ലക്ഷ്യവുമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന കിനാവായിരുന്നു. ആ കിനാവിലേക്ക് നടന്നുപോയ മനുഷ്യർ, അവർ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ മാത്രം പെട്ടവരായിരുന്നില്ല. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖും പാഴ്സിയും ഒക്കെ ചേർന്നായിരുന്നു. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ RSSകാർ വല്ലാതെ ബുദ്ധിമുട്ടിയ, പലയിടങ്ങളിലും RSS വിലക്ക് പ്രഖ്യാപിച്ച ഒരു സിനിമയുണ്ട്, സർദാർ ഉദ്ധം സിംഗ് എന്നൊരു സിനിമ. കാണേണ്ട സിനിമയാണ്. ഹിന്ദിയിൽ നമുക്കെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. സർദാർ ഉദ്ധം സിംഗ്. ആരായിരുന്നു ഉദ്ധം സിംഗ്? ചെറുപ്പക്കാരനായ ഉദ്ധം സിംഗ് ബ്രിട്ടീഷുകാർ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ ധീരനായ പോരാളിയായിരുന്നു. ജാലിയൻ വാലാബാഗിന്റെ മണ്ണിൽ അനേകം പേരെ കൊന്നുതള്ളി ബ്രിട്ടീഷുകാർ. നേതൃത്വം കൊടുത്തത് ജനറൽ ഡയറായിരുന്നു. വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉത്തരവിട്ട ഡയർ എന്ന ഉദ്യോഗസ്ഥന് ജീവന് ഭീഷണിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ഭരണകൂടം ജനറൽ ഡയറിനെ സുരക്ഷിതമായി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഹൃദയഭൂമിയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ലണ്ടൻ നഗരത്തിൽ എവിടെ പോയി ഒളിച്ചാലും എൻ്റെ സഹോദരങ്ങളെ, ഇന്ത്യക്കാരനെ കൊന്ന ജനറൽ ഡയറിന്റെ ജീവൻ ഞാൻ എടുക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ പേരത്രേ ഉദ്ധം സിംഗ്. ലണ്ടൻ നഗരത്തിലേക്ക്, നിങ്ങൾ ആലോചിക്കണം ഏതു കാലമാണെന്ന്, ലണ്ടൻ നഗരത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഒറ്റയാളായി കടന്നു ചെല്ലുകയാണ് ഇന്ത്യയിൽ നിന്ന്. ലണ്ടൻ നഗരത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ എല്ലാ താക്കോൽ കുട്ടവും ഇട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന, ആർക്കും പിന്തുടർന്ന് ചെല്ലാൻ കഴിയാത്ത വിധം സൂക്ഷിച്ചു വെച്ചിരുന്ന ജനറൽ ഡയറിലേക്ക് ലോകമടക്കി ഭരിക്കുന്ന ബ്രിട്ടന്റെ സ്വന്തം തട്ടകത്തിൽ ചെന്ന് ജനറൽ ഡയറിന്റെ മുഖത്തേക്കു നിന്ന് തൊക്കു ചൂണ്ടി കരുതി വെച്ച തൊക്കിലെ തിര കൊണ്ടു ജീവനെടുത്തു ഉദ്ധം സിംഗ് എന്ന ചെറുപ്പക്കാരൻ, ധീരവിപ്ലവകാരി. വിചാരണ. ആ വിചാരണയുടെ ഒടുവിൽ തൂക്കിലേറ്റപ്പെടുമ്പോൾ, വിചാരണ ആ സിനിമയിൽ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. വല്ലാത്ത വിചാരണയാണ്. വിപ്ലവകാരികൾ അങ്ങനെയായിരുന്നു. ജയിലറയവർ പോരാട്ടത്തിന്റെ ഇടവാക്കി മാറ്റി. വിചാരണ സ്വയം ഏറ്റെടുത്തു. ഓരോ വിചാരണയിലും അവർ പ്രതിനിധാനം ചെയ്യുന്ന നല്ല നാളേക്ക് വേണ്ടിയുള്ള മനോഹരമായ സ്വപ്നങ്ങൾ രാഷ്ട്രീയം അവന്റെ രാഷ്ട്രീയ പ്രഘോഷണത്തിന്റെ ഇടങ്ങളാക്കി മാറ്റി. ഉദ്ധം സിംഗും സ്വയം വാദിച്ചു. ഏറ്റവും ഒടുവിൽ ഉദ്ധം സിംഗ് പറഞ്ഞു, എന്നെ നിങ്ങൾ തൂക്കിലേറ്റുമ്പോൾ ഞാനതാ ഏറ്റുവാങ്ങുന്നു. ഞാൻ സന്തോഷത്തോടെ നിങ്ങളുടെ തൂക്കുകയർ സ്വീകരിക്കുന്നു. ഒരാഗ്രഹം മാത്രം ബാക്കി. എൻ്റെ പേർ നിങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ജനറൽ ഡയറിനെ കൊന്നയാളിൻ്റെ പേര് ഉദ്ധം സിംഗ് എന്ന് രേഖപ്പെടുത്തരുത്. പകരം റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് രേഖപ്പെടുത്തണം. ബ്രിട്ടീഷ് കോടതി ചോദിച്ചു, എന്തിന്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ടായിരുന്നു, ജാലിയൻ വാലാബാഗിൽ പിടഞ്ഞു മരിച്ചവരിൽ സിഖുകാർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, എൻ്റെ സമുദായത്തിൽപ്പെട്ടവർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഹിന്ദു ഉണ്ടായിരുന്നു, മുസ്ലിം ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു. അവർക്കൊക്കെയും വേണ്ടിയാണ് ഞാൻ കൊന്നത് ജനറൽ ഡയറിനെ. പകരം ചോദിച്ചത്. അതുകൊണ്ട് ചരിത്രത്തിൽ എൻ്റെ പേര് തിരുത്തി എഴുതൂ സാർ, റാം മുഹമ്മദ് സിംഗ് ആസാദ്. ഇന്നും ചരിത്രത്തിൽ നിങ്ങൾക്ക് ഉദ്ധം സിംഗിന്റെ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് കാണാൻ കഴിയും. 23-ാമത്തെ വയസ്സിലാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ബോംബെറിയാൻ വേണ്ടി ഡൽഹിക്ക് വണ്ടി കയറുന്നത് ഒരു ചെറുപ്പക്കാരൻ. 3 പേർ ഒരാളുടെ നേതൃത്വത്തിൽ. ആ 3 പേരുടെ പേരാണ് ചരിത്രത്തിൽ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും. ഡൽഹിയിലെത്തി സുരക്ഷിതമായി താമസിക്കാൻ ഒരു ഒളിത്താവളം വേണം ഭഗത് സിംഗിനും കൂട്ടർക്കും.
താമസിക്കാൻ തിരഞ്ഞെടുത്ത ഇടമെവിടെയായിരുന്നു? ഇന്നും ആ വീട് അതുപോലെയുണ്ട്. ഡൽഹി ജുമാ മസ്ജിദിന്റെ അരികിൽ ഇപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ആ പഴയ വീട് ഇപ്പോഴും അതുപോലെയുണ്ട്. അവിടെ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഭഗത് സിംഗ്, രാജ്ഗുരുവും സുഖദേവും താമസിക്കുകയാണ്. ഒളിത്താവളം അവിടെ നിന്നും പോയാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ബോംബെറിയുന്നത്. നോക്കൂ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഇഴപിരിച്ചെടുക്കാനാകാത്ത വിധം മതസൗഹാർദ്ദത്തിന്റെയും സൗഹൃദത്തിന്റെയും എല്ലാം വല്ലാത്ത താളം തട്ടി നിൽക്കുന്നുണ്ട്. ദേ ഇവിടെ നിൽക്കുന്നത് കൊല്ലമാണ്. പീരങ്കി മൈതാനത്തിന്റെ മനോഹരമായ ചരിത്രം ഭൂതകാലം പറഞ്ഞുകൊണ്ടാണ് സഖാവിന്റെ സ്വാഗത പ്രഭാഷണം നടത്തിയത്. ഈ തീരദേശത്തു നിന്നും അല്പം അങ്ങോട്ടേക്ക് നടന്നാൽ ഈ തിരമാലകൾ അലതല്ലുന്ന ഒരു കടൽ തീരമുണ്ട്. ആ കടൽ തീരങ്ങളിൽ ഒന്നാണ് വക്കം, തീരദേശത്തിന്റെ ഭാഗം. ആ വക്കത്തൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. 26-ാമത്തെ വയസ്സിൽ മദ്രാസിലെ സെൻട്രൽ ജയിലിൽ തൂക്കുകയറിൽ തൂങ്ങിയാടിയ ചെറുപ്പക്കാരൻ, പേര് INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലധികം പരാമർശിക്കപ്പെടാതെ ആഘോഷിക്കപ്പെടാതെ പോയ ഒരു തിരുവിതാംകൂറുകാരൻ്റെ പേരാണ്. ദേ ഇവിടെ നിന്നും വെളിപ്പാടകലെ ഒരു തിരുവിതാംകൂറുകാരൻ. 4 പേരെ തൂക്കിലേറ്റുകയാണ് മദ്രാസ് സെൻട്രൽ ജയിലിൽ. 4 പേരും INA ഭടന്മാർ, സുഭാഷ് ചന്ദ്രബോസിന്റെ ശിഷ്യന്മാർ. അതിൽ 2 പേർ നമ്മുടെ അയൽപക്കക്കാർ, ഈ തിരുവിതാംകൂറുകാർ. വക്കം അബ്ദുൽ ഖാദർ, മറ്റൊന്ന് തലശ്ശേരിക്കാരനായ മലയാളി അനന്തൻ നായർ, വേറൊരാൾ ഭൗജാ സിംഗ്, വേറൊരാൾ ബർദാൻ. അതുകൂടാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നു, ഈ അടുത്ത കാലം വരെ നമുക്കരികിൽ ജീവിച്ചിരുന്നു, ഈ അടുത്ത കാലത്ത് മരണമടഞ്ഞ, ഈ തിരുവനന്തപുരത്ത് കണിയാപുരത്ത് ഈ അടുത്ത കാലം വരെ താമസിച്ചിരുന്നു, മരണപ്പെട്ടു പോയ ബോണിഫേസ് ബി പെരേര. ബോണിഫേസ് ബി പെരേരയും ഈ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുകയും ഒരു സാങ്കേതിക കാരണത്താൽ മേൽക്കോടതി അദ്ദേഹത്തിന്റെ വധശിക്ഷ റദ്ദാക്കി ജീവപര്യന്തമാക്കി. ജീവിച്ചിരുന്നു ഈ അടുത്ത കാലം വരെ നമുക്കരികിൽ ബോണിഫേസ് ബി പെരേര. നോക്കൂ നിങ്ങൾ, വക്കം അബ്ദുൽ ഖാദറിനെ കൊലക്കയറിലേക്ക് കൊണ്ടു നിർത്തുമ്പോൾ വക്കം അബ്ദുൽ ഖാദർ ഉദ്ധം സിംഗിനെ അനുസ്മരിപ്പിക്കും വിധം കൊലക്കയറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരോട് ഒരു ആവശ്യം ഉന്നയിച്ചു. ഭൗജാ സിംഗിനെയും വക്കം അബ്ദുൽ ഖാദറിനെയും ഒരുമിച്ചും ബർദാനെയും അനന്തൻ നായരെയും ഒരുമിച്ചുമായിരുന്നു തൂക്കിലേറ്റാൻ തീരുമാനിച്ചിരുന്നത്. ഒരേ സമയം 2 പേരെ തൂക്കിലേറ്റാനുള്ള സൗകര്യമാണുള്ളത്. ഒരേ നേരം 2 പേർ മരിക്കും. വക്കം അബ്ദുൽ ഖാദർ എന്ന 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ, പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും ഉണ്ടായിരുന്നു. 26-കാരന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? പിന്നെയും എത്രയോ കാലം ജീവിച്ചിരിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജനിമൃതികൾക്കിടയിലുള്ള സമയം അവസാനിക്കുമ്പോൾ, മരണം കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, കൊലക്കയറിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, സബർക്കർ എഴുതിയതുപോലെ കത്തെഴുതുകയായിരുന്നില്ല ഈ തിരുവിതാംകൂറുകാരനായ നമ്മുടെ നാട്ടുകാരനായ വക്കം അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരൻ, 26-കാരൻ ചെയ്തത് തല ഉയർത്തിപ്പിടിച്ച് ബ്രിട്ടീഷ് ഭരണാധികാരികളോട് ചോദിച്ചു, സാർ ഈ പട്ടികയൊന്ന് തിരുത്തി എഴുതാമോ? എന്നെയും അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റാമോ? വക്കം അബ്ദുൽ ഖാദറിനോട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ചോദിച്ചു, എന്തിന്? അബ്ദുൽ ഖാദർ മറുപടി പറയോ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്ന മുസൽമാൻ, അനന്തൻ നായർ ഹിന്ദുവും. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ബലിപീഠത്തിൽ ഈ കൊലക്കയറിൽ ഒരു ഹിന്ദുവും മുസൽമാനും ഒരുമിച്ചു തലനീട്ടിത്തന്നുവെന്ന് നാളെയുടെ ഇന്ത്യയുടെ ചരിത്രം വായിക്കണം. മാറ്റി എഴുതൂ സാർ, എന്നെയും എന്റെ ചങ്ങാതി അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റു. മദ്രാസ് സെൻട്രൽ ജയിലിലെ ആ വെളുപ്പാൻ കാലത്ത് ലോകമുണരുന്നതിന് മുമ്പ് രേഖകൾ തിരുത്തിയെഴുതി ഫൗജാ സിംഗിനെയും ബർദാനെയും ഒരുമിച്ചും അനന്തൻ നായർ എന്ന തലശ്ശേരിക്കാരനായ ഹിന്ദുവിനെയും വക്കം അബ്ദുൽ ഖാദർ എന്ന 26-കാരനായ മുസ്ലിമിനെയും ഒരുമിച്ച് തൂക്കിലേറ്റി മദ്രാസ് സെൻട്രൽ ജയിലിൽ 1943. ഇതാണ് ഇന്ത്യയുടെ ചരിത്രം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് മിഴി തുറന്നെഴുന്നേറ്റതിനെ കുറിച്ച് ഞാൻ വിശദമായി വീണ്ടും പറയുന്നു, ഓർമ്മിക്കുന്നു. ഇന്ന് നമ്മൾ ആ ഓർമ്മയ്ക്ക് വേണ്ടി ചെങ്കോട്ട മുതൽ ഇങ്ങ് തെരുവുകളിൽ ഉടനീളം പതാകകൾ ഉയർത്തി ആഘോഷിച്ചു, മധുരം വിളമ്പി. ഇന്ത്യ പിറവിയെടുത്തതിന് ശേഷം ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് ആലോചിച്ചു. എന്തുകൊണ്ട് ഇന്ത്യ മതനിരപേക്ഷ ഭരണഘടനയുണ്ടായി? എന്തുകൊണ്ട് ഇന്ത്യ മതരാഷ്ട്രമായില്ല?
എന്തുകൊണ്ട് ഇന്ത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി? ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന വലിയ ചർച്ച നടന്നു. പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലിയിൽ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇഷ്ടമേറിയ പോരുകൾ നടന്നു, വാഗ്വാദങ്ങൾ നടന്നു, സംവാദങ്ങൾ നടന്നു. ഇന്ത്യയുടെ ചരിത്രരേഖകളാണത്. അവിടെ നടന്ന ചർച്ചകൾ വായിക്കണം. എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യ? ചെറുപ്പക്കാർ വായിക്കേണ്ടതാണത്. പുതിയ തലമുറ വിദ്യാർത്ഥികൾ വായിക്കേണ്ടതാണത്. എങ്ങനെയാണ് മതനിരപേക്ഷയുടെ പിറവിയെടുത്തത്? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വലിയ വാഗ്വാദങ്ങളായിരുന്നു, തീതുപ്പുന്ന വാഗ്വാദങ്ങൾ. പലരും പലതും വാദിച്ചു. ചിലർ പറഞ്ഞു ഇന്ത്യ മതരാഷ്ട്രമാകണം, ഇന്ത്യ മതരാഷ്ട്രമാകണം. ഇന്ത്യയുടെ പതാക എങ്ങനെയായിരിക്കണം? ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെയായിരിക്കണം? ഇന്ത്യ മതരാഷ്ട്രമാകാൻ പാടില്ലെന്ന് സാക്ഷ്യം പിടിച്ചു മഹാഭൂരിപക്ഷം പേർ. എന്തുകൊണ്ട്? വക്കം അബ്ദുൽ ഖാദറും അനന്തൻ നായരും ഭഗത് സിംഗും രാജ്ഗുരുവും സുഖ്ദേവും പ്രീതലതാ വഡേദാറും ചന്ദ്രശേഖർ ആസാദും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലുടനീളം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി സർവമതസ്ഥരും ഇടപിരിയാതെ ചേർന്നതിൻ്റെ പ്രൗഢഗംഭീരമാർന്ന പൈതൃകത്തെ ചൂണ്ടിയാണ് ഇന്ത്യ അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് മതനിരപേക്ഷ റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്യപ്പെട്ടത്. മതനിരപേക്ഷ റിപ്പബ്ലിക്കായി ഇന്ത്യ വിഭാവനം ചെയ്യപ്പെട്ടു. അത് വെറുതെ ഉണ്ടായതല്ല. ഞാൻ ഈ ചരിത്രം പറഞ്ഞത്, തൂക്കുകയറാൻ പോകുമ്പോൾ, കൊല ചെയ്യപ്പെടാൻ പോകുമ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച ഭൂതകാലമുണ്ടല്ലോ, അത് ഞാനിവിടെ ഉദ്ധരിച്ചത്. ആ ഉദ്ധരണികളിൽ കിടക്കുകയാണ് ഇന്ത്യ എങ്ങനെ മതരാഷ്ട്രമായില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഇന്ത്യ എന്തുകൊണ്ട് മതരാഷ്ട്രമാകാൻ പാടില്ലെന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഗാന്ധിയായിരുന്നല്ലോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജീവാത്മാവും പരമാത്മാവും. അത് RSS ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കൂടി, നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കൂടി, 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യദിനത്തിൽ മധുരം നുണയാതിരുന്ന ഇന്ത്യയിലെ ഒരു മനുഷ്യനേ ഉള്ളൂ. ആ മനുഷ്യന്റെ പേര് മഹാത്മാഗാന്ധി എന്നായിരുന്നു. ഉപവാസമായിരുന്നു അദ്ദേഹത്തിന്. കൽക്കത്തയിൽ, നവഖാലിയിൽ കലാപം കത്തിക്കേറിയ തെരുവുകളിൽ, അവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ, പകുതിയില്ലാതായ ഒരു ചെറിയ കെട്ടിടത്തിൽ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒരു മുസ്ലിമിന്റെ വീട്ടിൽ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ ദിനത്തിന്റെ രാത്രിയിൽ കഴിയുകയാണ്. ഓൾ ഇന്ത്യ റേഡിയോ ചെന്നു. സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു സന്ദേശം വേണം. ഗാന്ധി അവരോട് പറയുന്നുണ്ട്, പരാജയപ്പെട്ടു പോയ ദിവസമാണിത്. എന്തുകൊണ്ട്? ഇന്ത്യ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നിലവിളികളാണ് കേൾക്കുന്നത്. കലാപം കത്തിക്കേറിയ ഇടങ്ങളിൽ ഇതാ ഞാൻ കലാപത്തിന്റെ തീയണക്കാൻ പരിശ്രമിക്കുകയാണ്. അവരെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഞാനിതാ ഉപവാസം അനുഷ്ഠിക്കുകയാണ്. ഗാന്ധി ഡൽഹിക്ക് വന്നില്ല. ഞാൻ ചോദിക്കുന്നു, ആ ഗാന്ധി ഇന്ത്യക്ക് നൽകിയ സന്ദേശം എന്തായിരുന്നു? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധി ഇന്ത്യക്ക് നൽകിയ സന്ദേശം എന്തായിരുന്നു? ഈശ്വര അല്ലാ തേരെ നാം എന്ന സന്ദേശമായിരുന്നു. ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെറുപ്പക്കാർ ചുവന്ന നക്ഷത്രവും ചുവന്ന അക്ഷരങ്ങളും പതിഞ്ഞ ഈ വെള്ളക്കുടയും പിടിച്ച് കേരളത്തിൻ്റെ തെരുവീഥികളിൽ, ജില്ലാ കേന്ദ്രങ്ങളിൽ തിരമാല കണക്കെ ആർത്തിരമ്പി മുദ്രാവാക്യവുമായി ഇരമ്പിയാർ ആവേശപൂർവ്വം കടന്നു വരുന്ന ചെറുപ്പം വിളിച്ചു പറയുന്നതും ഈശ്വര അല്ലാ തേരെ നാം എന്ന മുദ്രാവാക്യമാണ്. ഗാന്ധി എന്തിന്ത്യക്ക് നൽകി? രാമഭക്തനായിരുന്നു ഗാന്ധി. ഹിന്ദുവാണു ഞാൻ എന്ന അഭിമാനത്തോടെ പറഞ്ഞ ഗാന്ധി മരിക്കുമ്പോൾ, വെടിയേറ്റു പിടഞ്ഞു വീഴുമ്പോൾ, മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷാർത്ഥ നേരത്തിൽ പോലും രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഗാന്ധി, ഹേ റാം. ഇന്നും രാജ്ഘട്ടിലേക്ക് നിങ്ങൾ പോയാൽ ഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ 2 വാക്കുകളെ എഴുതി വെച്ചിട്ടുള്ളൂ, രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിലൊന്ന് ഹേ, രണ്ടാമത്തേത് റാം. ഹേ റാം. രാമനെ സാക്ഷി നിർത്തി ജീവിതത്തോട് യാത്ര പറഞ്ഞ ഗാന്ധി. ആ ഗാന്ധി ഇന്ത്യക്ക് നൽകിയ സന്ദേശമെന്ത്? ഭഗത് സിംഗ് ഇന്ത്യക്ക് നൽകിയ സന്ദേശമെന്ത്? ഞാൻ നേരത്തെ പറഞ്ഞ വക്കം അബ്ദുൽ ഖാദറും അനന്തൻ നായരും ഇന്ത്യക്ക് നൽകിയ സന്ദേശമെന്ത്?
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് നൽകിയ സന്ദേശമെന്ത്? ചന്ദ്രശേഖർ ആസാദ് ഇന്ത്യക്ക് നൽകിയ സന്ദേശമെന്ത്? മതരാഷ്ട്രമാകാനുള്ളതായിരുന്നോ? മതരാഷ്ട്രമാകുകയല്ല, മതനിരപേക്ഷ ഇന്ത്യയാണ്. ഇന്ത്യയുടെ ബലിപീഠത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ വഴികളിൽ പിടഞ്ഞു മരിച്ച ധീരദേശാഭിമാനികൾ കണ്ട കിടാവെങ്കിൽ ഡിവൈഎഫ്ഐ ചരിത്രം വിരമ്പുന്ന പീരങ്കി മൈതാനത്ത് സാക്ഷി നിർത്തി പറയുന്നു, ഒടുവിലത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും മരിച്ചു വീഴുന്നത് വരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഒരു വർഗീയവാദിയുടെ മുമ്പിൽ മടിയറ വെക്കാൻ ഡിവൈഎഫ്ഐ അനുവദിക്കുകയില്ല. അവിരാമമായ പോരാട്ടത്തിന്റെ കാലമായിരിക്കുന്നു. ഞാൻ എൻ്റെ യൗവനത്തോട് പറയുന്നു, ഈ നാട്ടിലെ ചെറുപ്പത്തോട് പറയുന്നു, നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഈ പീരങ്കി മൈതാനത്തിന്റെ മണൽത്തരികൾക്ക് നാവുണ്ടായിരുന്നുവെങ്കിൽ അതുറക്കെ വിളിച്ചു പറയുന്ന പ്രൗഢഗംഭീരമാർന്ന സ്വാതന്ത്ര്യത്തിന്റെയും നവോത്ഥാന പോരാട്ടത്തിന്റെയും മനോഹരമായ ഊഷ്മളമായ ഭൂതകാലമുണ്ട്. ഇന്നലകൾ ഇതാ എന്റെയും നിങ്ങളുടെയും കാൽച്ചുവട്ടിൽ ഈ മണൽത്തിട്ടയിൽ കിടന്ന് ചരിത്രത്തെ ഓർമ്മിക്കുകയാണ്. ഇന്നലകൾ എനിക്കും നിനക്കും അരികിൽ നിൽക്കുകയാണ്. എന്തായിരുന്നു ഇന്നലകൾ? പോരാട്ടത്തിന്റെ ഇന്നലകൾ അത് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കാലം ഇന്ന് ആവശ്യപ്പെടുകയാണ്, ചരിത്രം ആവശ്യപ്പെടുകയാണ്, ഭൂതകാലം ആവശ്യപ്പെടുകയാണ്. അവിരാമമായ പോരാട്ടത്തിന് സമയമായിരിക്കുന്നു. ഇവിടെയാണ് ഞാൻ 2025 എന്ന് പറഞ്ഞത്. ഇന്നലകളിൽ ഞാനും നീയും ഏറ്റെടുത്ത പോരാട്ടവും മുദ്രാവാക്യവും എന്താണോ അതിനേക്കാൾ തുഷ്ടമായ സമരങ്ങൾ ഉയർത്തേണ്ട കാലത്താണ് ഡിവൈഎഫ്ഐ ജനാധിപത്യത്തിന്റെ സന്ദേശം ഉയർത്തുന്നത്. എന്റെ തൊഴിലെവിടെ എന്ന് ചോദിക്കുകയാണ്. ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു? ഇന്ത്യ വികസിച്ചോ? ദളിതർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സാധാരണക്കാർ നോക്കൂ, ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചു. LIC, ഇന്ത്യയിലെ വിവിധ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ. എന്താണ് ഇതിന്റെ പ്രശ്നം? ഇന്ത്യൻ റെയിൽവേയിൽ ദളിതരായ എത്ര പേരുണ്ട്? ഇന്ത്യൻ റെയിൽവേയിൽ ആദിവാസികളായ എത്ര പേരുണ്ട്? ഇന്ത്യൻ റെയിൽവേ നാളെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദിവാസിക്കും ദളിതരും പിന്നെ എവിടെ പ്രവേശനമുണ്ടാകുമോ? ഇന്ത്യയുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്വകാര്യവൽക്കരണത്തിന് വിധേയമാകാൻ പോകുന്നു. BSNL എന്നേക്കുമായി ഇത് അവസാനിക്കുന്നു, പരിധിക്ക് പുറത്താകുന്നു. ഈ രാജ്യത്ത് ഓരോ മേഖലയിലും സ്വകാര്യവൽക്കരണം അങ്ങ് തകൃതിയാടുമ്പോൾ എവിടെയാണ് ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പിന്നീട് പോകാൻ കഴിയുന്നത്? ഇന്ത്യയിലെ ഈ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഹൗസിൽ ഒരു ആദിവാസിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ജിയോയുടെ ഓഫീസിൽ പോകുമ്പോൾ ഒരു ആദിവാസിയെ കാണാറുണ്ടോ? നിങ്ങൾ എയർടെല്ലിന്റെ ഓഫീസിൽ പോകുമ്പോൾ ഒരു ദളിതനെ കാണാറുണ്ടോ? ഇന്ത്യയിലെ കോർപ്പറേറ്റ് മീഡിയ ഹൗസുകളിൽ എത്ര ദളിതരുണ്ട്? എത്ര ആദിവാസികളുണ്ട്? വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ പോലും മുസ്ലിമിന് വീട് വാടകയ്ക്ക് കൊടുക്കില്ല. മുസ്ലിമിന് വീട് വാടകയ്ക്ക് കൊടുക്കില്ല. ഇതാണേ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ദളിതന് വീട് വാടകയ്ക്ക് കൊടുക്കില്ല. അപ്പോഴാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെട്ടാൽ ആ സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന ഇടങ്ങളിൽ പിന്നെ ദളിതനോ വീട് വാടകയ്ക്ക് കിട്ടാത്ത ഇന്ത്യയിൽ ജോലി കിട്ടോ? ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംവരണമെന്ന അവകാശത്തിന്മേലാണ് ഈ തീരദേശത്തുള്ള സാധാരണക്കാർ, വനവാസി, ദളിതർ, ന്യൂനപക്ഷം പഠിച്ച് അഭിമാനത്തോടെ വിവിധ ഇടങ്ങളിൽ അവരുടെ ജീവിതം പടുത്തുയർത്തിയത്. സകല മേഖലയും സ്വകാര്യവൽക്കരിച്ചു, കരാർവൽക്കരിച്ചു. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ആർമി പോലും, ഇന്ത്യയുടെ സേനാവ്യൂഹങ്ങളെ പോലും സ്വകാര്യവൽക്കരിക്കുന്നു. അതാണ് അഗ്നിപത്ത്. 1 റാങ്ക് 1 പെൻഷൻ. ഇന്ത്യയിലെ പട്ടാളക്കാരെ കുറിച്ച് എന്തെല്ലാം വൈതാരികളാണ് നരേന്ദ്രമോദി നടത്തിയത്. രാജ്യസ്നേഹം, പട്ടാളം. എന്നിട്ട് എന്തായി? ഇന്ത്യൻ സേനാവ്യൂഹത്തെ ഇതാ അഗ്നിപഥിലൂടെ സ്വകാര്യവൽക്കരിക്കാൻ പോവാണ്, കരാർവൽക്കരിക്കുകയാണ്. പെൻഷനില്ല, ആനുകൂല്യങ്ങളില്ല. സൈന്യത്തെ സ്വകാര്യവൽക്കരിക്കാൻ, കരാർവൽക്കരിക്കാൻ നീക്കം നടന്നാൽ, റെയിൽവേ എപ്പോൾ കരാർവൽക്കരിച്ചു, സ്വകാര്യവൽക്കരിച്ചു എന്ന് ചോദിച്ചാൽ പോലെ
ഇൻഷുറൻസ് സെഗ്മെന്റ്, ഞാൻ ഓരോന്നോരോന്നായി പോകുന്നില്ല. എന്തുകൊണ്ട് രാജ്യത്ത് തൊഴിലില്ലായ്മ ഉയർന്നു? രാജ്യത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ പോലും സർവകലാശാലകളിൽ വിവിധ തൊഴിലിടങ്ങളിൽ CMIയുടെ കണക്ക് ഞാൻ ആവർത്തിക്കുന്നു, 7.3%. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക്. എവിടെ ചെന്ന് നിൽക്കുന്നു ഇന്ത്യ? തൊഴിലില്ലാത്തവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, തൊഴിലുള്ളപ്പോഴും മാന്യമായി ശമ്പളമല്ല ജീവിക്കാൻ കഴിയുന്ന, ഓരോ ദിവസവും കുതിച്ചുയരുന്ന ജീവിത ചെലവിനിടയിൽ, ലിവിങ് എക്സ്പെൻഡിച്ചറിനിടയിൽ ജീവിത ചെലവ് കൈകാര്യം ചെയ്യാനാകാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യർ, വരുമാനമില്ലാത്തവർ, നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അണ്ടർ എംപ്ലോയ്മെന്റിന്റെ ഇരകൾ. അത് വേറെയാണ്. ഒരു ജോലിയുണ്ട്, കൂലി കുറവാണ്, അവൻ ഈ പട്ടികയിൽ വരുന്നില്ല. ചെറിയ കൂലി പോലുമില്ലാതെ ജോലിയില്ലാത്തവന്റെ കണക്കാണ് 7.3%. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക്. നാളെ അത് കുതിച്ചുയരും. ഇതിന്റെ കാരണക്കാർ BJP മാത്രമാണോ? ഇവിടെയാണ് രാഷ്ട്രീയ ചോദ്യം ഉയരുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പ്, ഞാൻ ഈ യോഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ്, KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാനിടയായി. ആ സ്റ്റേറ്റ്മെന്റിൽ ശ്രീ K. സുധാകരൻ പറയുന്നത് ഇങ്ങനെയാണ്: BJPയോട് പ്രത്യേകിച്ച് സ്നേഹമോ ദേഷ്യമോ തനിക്കില്ല. ഇതെന്റെ ഡയലോഗല്ല, ദേ ഈ യോഗം നടക്കുന്നതിന് കുറച്ചു മുമ്പ് ശ്രീ സുധാകരൻ പറഞ്ഞതാണ്. BJPയോട് പ്രത്യേകിച്ച് സ്നേഹമോ ദേഷ്യമോ ഇല്ല. എന്താ തക്കപ്പെട്ട മനുഷ്യൻ! നോക്കൂ, ഇപ്പോഴാണ് സുധാകരൻ ഗാന്ധിയായത്. ഗാന്ധി ഒരു കർണത്തടിച്ചാൽ മറുകരണം കാട്ടിക്കൊടുക്കണം. ബോംബുണ്ടാക്കുന്ന സുധാകരനെന്ന് ഗാന്ധിയെ സ്നേഹിക്കുന്ന സുധാകരനാണ്. സുധാകരൻ പറയാണ് BJPയോട് മമത ആരോടും പ്രത്യേകിച്ച് ദേഷ്യമോ സ്നേഹമോ ഇല്ല. എന്തിനാണ് സുധാകരനെ ഈ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നത്? ഇന്ത്യയുടെ ഈ ദുരിതങ്ങളുടെ ഉത്തരവാദി ആര്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. BJP മാത്രമാണോ? 1991 മതിയാവോളം ഭൂരിപക്ഷമുണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ ഈ രാജ്യത്തവർ നടപ്പിലാക്കിയതാണ് ഈ സാമ്പത്തിക നയം. BJPയോട് പ്രത്യേകിച്ച് മമതയോ സ്നേഹമോ ദേഷ്യമോ എനിക്ക് പ്രത്യേകമായി ഒന്നുമില്ലെന്ന് പറയുന്ന സുധാകരൻ്റെ പാർട്ടി ഒരു കാര്യം കൂടി ചേർത്ത് പറയണം: കോൺഗ്രസിന് BJPയുമായി പ്രത്യേകിച്ച് വേർതിരിവുമില്ല എന്നതുകൂടി ചേർത്ത് വായിക്കണം. എന്താണ് BJPയെയും കോൺഗ്രസിനെയും ഇന്ന് ഇന്ത്യയിൽ അടർത്തി മാറ്റിവെച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം? 91 കൊണ്ടുവന്നതാണ് ഈ നയം. ഞാൻ എണ്ണി പറഞ്ഞ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന നയം ആരംഭിച്ചത് 91 കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. ഈ നിമിഷം വരെ ആ നയം തെറ്റായിപ്പോയി എന്ന് കോൺഗ്രസ് തിരുത്തി പറഞ്ഞിട്ടില്ല. അവർ കൊണ്ടുവന്നതാണ്. തൊഴിലില്ലായ്മയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ തൊഴിലില്ലായ്മയ്ക്ക് കാരണമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാൻ ആരംഭിച്ചത് നിങ്ങളുടെ കാലത്തായിരുന്നു. നിങ്ങൾ അത് പറഞ്ഞു, രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് ഉയരുമെന്ന് നിങ്ങളത് പറഞ്ഞു. നിങ്ങൾ ആരംഭിച്ചത്, കോൺഗ്രസ് ആരംഭിച്ചത്, BJP ശക്തമായി തുടർന്നു. അതല്ലേ സംഭവിച്ചത്? ഞാൻ പെട്രോളിന്റെയും പാചകവാതകത്തിന്റെയും ഇന്ധനങ്ങളുടെയും കഥ പറഞ്ഞു. പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം കമ്പനികളെ ഏൽപ്പിച്ചത് കോൺഗ്രസ്. ഡീസലിന്റെ വില നിയന്ത്രണാധികാരം കമ്പനികളെ ഏൽപ്പിച്ചത് BJP. കോൺഗ്രസ് തുടങ്ങി വെച്ചത് BJP തുടർന്നു. ആ നയം തെറ്റായിപ്പോയി. വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ, ദാരിദ്ര്യം മൂർച്ഛിക്കുമ്പോൾ, രാജ്യത്ത് അസമത്വം ഉയരുമ്പോൾ അത് തെറ്റായിപ്പോയെന്ന് എന്തുകൊണ്ട് കോൺഗ്രസിന് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? രാജ്യത്തിന്റെ മതനിരപേക്ഷത അപകടത്തിലാകുന്നു. ഞാൻ പറഞ്ഞു, 2025 പോകുമ്പോൾ രാജ്യസഭയുടെ ഭൂരിപക്ഷം കയ്യിലെടുക്കാൻ, ലോകസഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ, വീണ്ടും ആവർത്തിക്കാൻ 2024 നടക്കാൻ പോകുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പ് നിർണായകമാകുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ നിലപാടെന്താണ്? നിങ്ങളറിയണം, ഇന്ന് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന, രാജ്യത്തെ ചെറുപ്പത്തിൻ്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്ന, തൊഴിലില്ലാതാക്കുന്ന,
ഇന്ത്യയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഈ ഭൂരിപക്ഷമുണ്ടല്ലോ, ഗർവും അഹങ്കാരവും ഉണ്ടല്ലോ, ആ അഹങ്കാരവും ഗർവും കിട്ടിയത് എവിടെ നിന്ന്? രാജ്യസഭയിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായി കടന്നു ചെന്ന എൻ്റെ വ്യക്തിപരമായ അനുഭവം നിങ്ങളോട് പറഞ്ഞല്ലോ. ഇരിക്കുന്നത് ആരൊക്കെയാണ് ഇരുചേരിയിൽ വന്ന് നോക്കുമ്പോൾ ഒരു കാലത്ത് പത്രത്തിൽ വായിച്ചിരുന്നവർ, കേട്ടിരുന്നവർ, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാർ ഇതാ സ്പീക്കർ കസേരയിലേക്ക് വന്നിരിക്കുമ്പോൾ ഉച്ചത്തിൽ ഓരോ ദിവസവും രാവിലെ ജയ് ശ്രീറാം ഉറക്ക വിളിക്കുന്ന നാവുകളാരൊക്കെ? പാർലമെന്റിൽ നോക്കൂ, മതനിരപേക്ഷ ഇന്ത്യയുടെ പാർലമെന്റിൽ BJP അംഗങ്ങൾ ഒരു കൂസലുമില്ലാതെ ജയ് ശ്രീറാം വിളിക്കുകയാണ്. ആ വിളിക്കുന്നവരാരൊക്കെയാ? ഞാൻ ആവർത്തിക്കുന്നു, അല്പം മുമ്പ് സുധാകരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, എനിക്ക് BJPയോട് പ്രത്യേക സ്നേഹമോ ദേഷ്യമോ ഇല്ല. പഴയകാല കോൺഗ്രസ് സുധാകരന്മാർ ഒരു ഒളിപ്പുമില്ലാതെ ഇന്ന് BJPയുടെ ഭാഗത്തിരുന്ന് മോദിയുടെ പിറകിലിരുന്ന് പാർലമെന്റിനുള്ളിൽ ജയ് ശ്രീറാം വിളിക്കുകയാണ്. ഇപ്പോഴത്തെ BJP എംപിമാർ ആരൊക്കെയാ? എങ്ങനെയാണ് രാജ്യസഭയിലെ ഭൂരിപക്ഷത്തിലേക്ക് BJP വരുന്നത്? എങ്ങനെയാണ് രാജ്യസഭയിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നത്? എങ്ങനെയാണ് ലോകസഭയിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നത്? എങ്ങനെയാണ് സംസ്ഥാനങ്ങളുടെ ഭരണം പിടിക്കുന്നത്? നമ്മുടെ തൊട്ടപ്പുറത്തെ കർണാടക കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതാര്? BJP ആണോ? അല്ല. ഇപ്പോൾ ഭരിക്കുന്നതാര്? 17 MLA-മാരെയാണ്, കോൺഗ്രസിന്റെ MLA-മാരെ BJP വില പറഞ്ഞു വാങ്ങിയത്. മധ്യപ്രദേശ് ജയിച്ചതാര്? കോൺഗ്രസ്. ജനങ്ങൾ BJP-യെ തോൽപ്പിച്ചു. ജനങ്ങൾ BJP-ക്കെതിരെ വോട്ട് ചെയ്തു. കോൺഗ്രസ് ജയിച്ചു. ഇന്ന് ഭരിക്കുന്നത് BJP. ജയിച്ച കോൺഗ്രസ് കൂട്ടത്തോടെ BJP-യായി. മഹാരാഷ്ട്രയിൽ ഇപ്പോഴിതാ മഹാവികാസ് അഘാടി ഗവൺമെന്റിനെ തകർത്തിടാൻ ഓപ്പറേഷൻ ലോട്ടസ് നടക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ അടർത്തി മാറ്റിയ വിലക്ക് വാങ്ങിയ ശിവസേന എംപിമാരെയും കൊണ്ട് വിമാനം പറന്നിറങ്ങിയ ഒരു സംസ്ഥാനമുണ്ട്, ആസാം. മഹാരാഷ്ട്രയിൽ നിന്നൊരു രാമാനം ഒരു രാത്രി മാറുമ്പോൾ ഒരു രാത്രിയുടെ മറവിൽ ഗുജറാത്തിലേക്കും, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് നേരെ ആസാമിലേക്കും. ആസാമിൽ അതിന് മുഴുവൻ കാർമ്മികത്വം വഹിച്ച ഒരാളുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ തെരുവീഥികളിൽ DYFI, ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ ബക്കറ്റും പിടിച്ചിട്ടിറങ്ങി ആസാമിലെ പ്രളയബാധിതരെ സഹായിക്കാൻ. DYFI കേന്ദ്ര കമ്മിറ്റിയുടെ ആഹ്വാനത്തിൽ. ഇപ്പോഴും പ്രളയക്കെടുതികളിൽ നിന്ന് മുക്തമായിട്ടില്ല ആസാം. ആസാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയത്തിൽ ആസാം ഉഴലുമ്പോൾ, സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു റിസോർട്ട് വളപ്പിൽ MLA-മാരോട് വിലപേശുകയായിരുന്നു, കാവൽ നിൽക്കുകയായിരുന്നു. ആരത്? BJP-യുടെ ആസാം മുഖ്യമന്ത്രി ഹെമന്ത ബിശ്വ ശർമ്മ. ആരാണ് ഹെമന്ത ബിശ്വ ശർമ്മ? എനിക്ക് BJP-യോട് പ്രത്യേകിച്ച് സ്നേഹമോ ദേഷ്യമോ ഇല്ലെന്ന് ആസാമിൽ പറഞ്ഞു നടന്നിരുന്ന കോൺഗ്രസിന്റെ സുധാകരന്റെ അതേ കസേരയിലിരുന്ന പ്രമുഖനായ തലമുതിർന്ന കോൺഗ്രസ് നേതാവ് ഹെമന്ത ബിശ്വ ശർമ്മ. പണ്ടൊന്നുമല്ല, ഈ അടുത്ത കാലം വരെ. സുധാകരൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ പോകുമ്പോൾ ഒരുമിച്ച് കസേരയിൽ അപ്പുറത്ത് കമ്മിറ്റി കൂടിയിരുന്നയാളാണ് ഹെമന്ത ബിശ്വ ശർമ്മ. ആ ഹെമന്ത ബിശ്വ ശർമ്മ ഇന്ന് BJP-യുടെ മുഖ്യമന്ത്രി. ഓരോ സംസ്ഥാനവും എടുക്കുക. മഹാരാഷ്ട്രയ്ക്ക് ശേഷം BJP അടുത്ത് ഓപ്പറേഷൻ ലോട്ടസുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്, ഝാർഖണ്ഡ്. അവിടുത്തെ കോൺഗ്രസിന്റെ MLA-മാരെയാണ് ബംഗാളിൽ വെച്ച് 49 ലക്ഷം രൂപ കയ്യിൽ പിടികൂടിയത്. എവിടെ നിന്ന് പൈസ? ബംഗാൾ പോലീസ് പിടിച്ചു. ബംഗാളിലെ MLA-മാരെ, കോൺഗ്രസ് MLA-മാരെ ഇതാ BJP വിലക്ക് വാങ്ങാൻ പോകുന്നു എന്ന സന്ദേശവും വാർത്തയും ഡൽഹിയിൽ പരക്കുന്നതിനിടയിലാണ് ബംഗാളിൽ വെച്ച് കോൺഗ്രസിന്റെ 4 MLA-മാർ തൊണ്ടി സഹിതം പിടിയിലായത്.
രാജ്യസഭയിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളുടെ എണ്ണം കൂടുന്നത് കാണാൻ. ഏത് മതനിരപേക്ഷ ചേരിയിൽ, BJP വിരുദ്ധ ചേരിയിൽ ഒരാളിൻ്റെ എണ്ണം കൂടുതലെങ്കിൽ ഒന്ന് കൂടുതൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കും. ഞങ്ങളൊക്കെ രാജ്യം ആഗ്രഹിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാ ഹരിയാനയിൽ നിന്ന് കോൺഗ്രസ് ജയിച്ചു വരേണ്ട സീറ്റിൽ BJP ജയിച്ചു വന്നു. കോൺഗ്രസ് BJPയെ ജയിപ്പിച്ചു. മാറി വോട്ട് ചെയ്ത കോൺഗ്രസിന്റെ MLA ഇതാ ഇപ്പോൾ BJP ആയി. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP. എങ്ങനെ വിശ്വസിക്കും? ഇതാ മതനിരപേക്ഷ കേരളത്തിൽ നിന്നുകൊണ്ട് അല്പസമയങ്ങൾക്ക് മുമ്പ് സുധാകരൻ പ്രഖ്യാപിച്ചു, ഒരിക്കൽ വേണ്ടി വന്നാൽ ഞാൻ BJPയിലേക്ക് പോകും, ആരുണ്ട് ചോദിക്കാൻ, ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പ്രഖ്യാപിച്ച അതേ സുധാകരൻ ഇതാ അല്പസമയങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നു, BJPയോട് എനിക്ക് പ്രത്യേക സ്നേഹമോ ദേഷ്യമോ ഇല്ല. എങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു, AICC നേതൃത്വത്തിന്റെ നിലപാടിതാണോ? AICC നേതൃത്വം വ്യക്തമാക്കണം. സുധാകരൻ കേരളത്തിലെ BJPയുടെ ഏജന്റാണ്. സുധാകരന്റെ ഹൈക്കമാൻഡ് സോണിയാഗാന്ധിയല്ല, സുധാകരന്റെ ഹൈക്കമാൻഡ് AICC ആസ്ഥാനമല്ല, നാഗപ്പൂരാണ്. നാഗപ്പൂർ മാത്രമാണ്. കേരളത്തിലെ കോൺഗ്രസ് BJPയുടെ B ടീമായി.